നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരം. ജംഷീറാണ്. കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാരം ഒരു വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ ഇന്ന് ഒരു വർഗീയ കലാപത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പരിപൂർണ പിന്തുണയോടെ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് BJP തുടങ്ങിവെച്ച സമരം മുസ്ലിം ലീഗും കോൺഗ്രസും ഏറ്റെടുത്തത് KT ജലീലിനെ പ്രതി ചേർക്കാം എന്ന ഉദ്ദേശത്തോടെയാണ്. KT ജലീലിനോട് മുസ്ലിം ലീഗിനുള്ള പക തുടങ്ങുന്നത് മുസ്ലിം ലീഗിലെ അഴിമതി ആരോപണങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടുകൊണ്ടാണ്. പിന്നീട് നിങ്ങളുടെ സമുന്നതനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ തോൽപ്പിച്ച് വീണ്ടും 2 വട്ടം കൂടി തവനൂർ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ ഒരു മന്ത്രിയായി, സംസ്ഥാനത്തിന്റെ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുതൽ നിങ്ങളുടെ പക ഇരട്ടിച്ചതാണ്. എന്തു കൊടുത്തും എന്ത് വില കൊടുത്തും KT ജലീലിനെ തകർക്കാം എന്ന വ്യാമോഹമാണ് നിങ്ങളെ സംഘപരിവാരം ആലയത്തിലേക്ക് നേരിട്ടെത്തിച്ചത്. ഈ സമരത്തിന് പിന്നിൽ ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന BJPയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ സമരമുഖങ്ങളിലെ മുദ്രാവാക്യം ഭീകരരുടെ പാഠപുസ്തകത്തിനുള്ളിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുക എന്നതാണ്. അതിനു പിന്നിൽ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ മൊത്തം ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമുണ്ടെന്ന ഗൂഢതന്ത്രം തിരിച്ചറിയാതെ പോകരുത്. BJPയുടെ മുഖപത്രത്തിൽ വന്ന, ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത അബ്ദുൽ നാസർ മദനിയെയും KT ജലീലിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചിത്രം കൊടുത്ത് അതിന്റെ തലക്കെട്ട് ജയിലിന് പുറത്തെ മദനി എന്നാണ് KT ജലീലിനെ വിശേഷിപ്പിച്ചത്. അതിന് പിന്നിലെ ഗൂഢാലോചനയും അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നേരിട്ട് ബന്ധമുള്ള BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം വാ തുറന്നത് ഇന്നലെയാണ്. ബംഗാളിലും കേരളത്തിലും വെച്ച് 9ഓളം അൽ ഖ്വയ്ദ പ്രവർത്തകരെ പിടികൂടിയപ്പോൾ V മുരളീധരൻ പറഞ്ഞത് കേരളം ഭീകരരുടെ ഒളിത്താവളമായി മാറിയിരിക്കുന്നു എന്നാണ്. K സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതും അൽ ഖ്വയ്ദ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള രീതിയിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ പറ്റിയാണ്, ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ പറ്റിയാണ്. പാലക്കാട് ജില്ലയിൽ ഒരു ആന തോട്ട പൊട്ടിച്ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താക്കി വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടിയവരാണ് നിങ്ങളെന്നറിയാം. അവർക്കിടയിലേക്കാണ് പരിശുദ്ധ ഖുർആനെ പോലും തെരുവിലേക്കിട്ട് ഒരു വർഗീയ കലാപത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തിക്കൊടുത്തിട്ടുള്ളത്. KT ജലീലിനോടുള്ള പക തീർക്കേണ്ടത് ഇങ്ങനെയല്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങളെ 2 തവണയും തവനൂർ മണ്ഡലത്തിൽ നിന്നും 1 തവണ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്നും തോൽപ്പിച്ചത്. ആ ജനാധിപത്യ രീതിയിൽ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കണം. പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ അന്വേഷണങ്ങളും നടക്കണം. ബെന്നി ബെഹന്നാൻ, ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ബെന്നി ബെഹന്നാൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് പ്രോട്ടോകോൾ ലംഘനം നടന്നു, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒരു കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശിക്ഷയ്ക്കുള്ള എല്ലാ വഴിയൊരുക്കങ്ങളും നടത്തിയിട്ട് പരാതിപ്പെട്ട ഒരു ടീമാണ്. തെറ്റു ചെയ്യാത്തിടത്തോളം കാലം KT ജലീലിനെയും ഈ മതേതര കേരളത്തെയും ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുന്ന സംഘപരിവാരത്തിന്റെ ആലയിൽ ചെന്ന് കെട്ടിയ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് പിന്നിൽ ഇന്ന് ഒരുപാട് മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനെ തെരുവിലേക്ക് വലിച്ചിഴച്ചതിനും ഒരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തിക്കൊടുത്തതിനും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും.